ഇരട്ടി മധുരമുള്ള ഒരു ആഘോഷ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? അല്ല ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ഒരു ദേശത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിന്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്. അഹങ്കാരം മൂത്തമത്ത് ചിതയായി. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷകളുടെ ഭാരം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട സതീശൻ സാറിന് ഇപ്പോൾ അറിയുന്നുണ്ട്. കണ്ട അവൻ മറന്നിട്ടില്ല മിടുക്കൻ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണ സുധാകര. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം, ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. നീ ഇമോഷണൽ ആവരുത്. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം മരിക്കുന്നു. മാത്രം എന്താടാ എന്നോട് ഇത്ര പ്രശ്നം? ഇവിടെ വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അത് ശരി, എനിക്ക് മാത്രമാണ് പ്രശ്നം. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഒരു ചുവടുവെപ്പായിരിക്കും. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. ഒരല്പം പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കുമേനെ ആ വിചാരം തനിക്കും വേണം കേട്ടോ. മറ്റൊന്ന് മയക്കുമരുന്നാണ്. എന്തുകൊണ്ടങ്ങനായി? നിന്റെയൊക്കെ കഴിവുകേട് കൊണ്ട്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. അതൊന്നും എന്റെ വിഷയമാവില്ല. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. ജനം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. ഒരു കലാകാരന് എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എന്നത്തെയും പോലെ സതീശൻ സാറിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സ്നേഹം തന്നെ. ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായി